ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മമ്മൂട്ടിക്ക് ഇരട്ട സൂപ്പർ ഹിറ്റ് സംപൂജ്യനായ മോഹൻലാലും ദിലീപും 2024 ആകെ പിറന്നത് 25 ഹിറ്റ് സിനിമകൾ. മുൻ വർഷത്തെ അപേക്ഷിച്ച് മലയാള സിനിമാ ലോകത്ത് താരതമ്യേന ഭേദപ്പെട്ട വിജയങ്ങൾ സമ്മാനിച്ച വർഷമായിരുന്നു 2024. കളക്ഷൻ റെക്കോർഡുകൾ മറികടന്ന മഞ്ഞുമൽ ബോയ്സും ആവേശവും പ്രേമലും അടക്കം 22 വിജയ ചിത്രങ്ങളാണ് ഈ വർഷം തിയേറ്ററിൽ ഇതുവരെ റിലീസ് ചെയ്തത്. ക്രിസ്മസിന് തിയേറ്ററിൽ എത്തിയ റൈഫിൾ ക്ലബ്ബ്, മാർക്കോ, ഇഡി എന്നീ 3 ചിത്രങ്ങളും മികച്ച അഭിപ്രായം നേടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കടന്നുപോകുന്ന വർഷം വിജയം കൈവരിക്കാനായ മലയാള ചിത്രങ്ങളുടെ എണ്ണം 25 തികയും. ക്രിസ്മസ് ദിനേശ് റിലീസ് ചെയ്യാൻ പോകുന്ന മോഹൻലാലിൻ്റെ ആദ്യത്തെ സംവിധാനം ചെയ്ത ഫാന്റസി 3D ബാറേഴ്സ് കൂടി കണക്കിലെടുത്താൽ 2024 ആകെ 207 ചിത്രങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. എണ്ണത്തിൽ 2023 അപേക്ഷിച്ച് 222 നേരിയ ഇടിവെങ്കിലും ഇത്തവണ രേഖപ്പെടുത്തി. വിജയ ചിത്രങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടെങ്കിലും ആകെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 1000 കോടിയുടെ നഷ്ടമെങ്കിലും നിർമ്മാതാക്കൾക്കുണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നത്. തിയേറ്ററിൽ മാത്രം ലഭിച്ച വരുമാനം വിലയിരുത്തി ഫിലിം ചേംബർ നടത്തിയ വിലയിരുത്തലിൽ ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് അടക്കം 11 ചിത്രങ്ങളാണ് സൂപ്പർ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ടെലിവിഷൻ, സാറ്റലൈറ്റ്, OTT എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ചേംബർ കണക്കാക്കിയിട്ടില്ല. റൈഫിൾ ക്ലബ്ബയും മാർക്കോയും ഹിറ്റ് ചാർട്ടിലേക്ക് കയറുകയാണെങ്കിൽ ആകെ ഹിറ്റ് ചിത്രങ്ങൾ 13 ആകും. മഞ്ഞുമൽ ബോയ്സിന് പുറമെ പ്രേമലു, പ്രമേഹം, ആവേശം, ആടുജീവിതം, വർഷങ്ങൾക്ക് ശേഷം, ഗുരുവായൂർ അമ്പലനടയിൽ, ടർബോ, വാഴ, ARM, കിഷ്കിന്ധാകാന്ഡം എന്നിവയാണ് സൂപ്പർ ഹിറ്റ് പടങ്ങൾ. 3 എണ്ണം ഒഴികെ ബാക്കിയെല്ലാം ചെയ്ത യുവ സംവിധായകരാണ് എന്നാണ് ശ്രദ്ധേയം. മമ്മൂട്ടിയുടെ 2 ചിത്രങ്ങൾ പട്ടികയിൽ ഉൾപ്പെട്ടപ്പോൾ മോഹൻലാൽ, ദിലീപ് എന്നിവർക്ക് 2024 ഒരു ഹിറ്റ് ചിത്രം പോലും ഇല്ല. മലൈക്കോട്ടെ പരുവൻ എന്ന ഒറ്റ ചിത്രമാണ് മോഹൻലാലിൻ്റെ ഈ വർഷമായി പുറത്തിറങ്ങിയ ചിത്രം. എബ്രഹാം ഓസ്ലർ, അന്വേഷിപ്പിൻ കണ്ടെത്തൻ, ബോഗൻവില്ല, ഹലോ മമ്മി, സൂക്ഷ്മദർശിനി, പണി എന്നീ ചിത്രങ്ങളെ ഹിറ്റുകളുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തലവൻ, ഗോളം, നുണക്കുഴി, അഞ്ചരക്കള്ളക്കോക്കൻ, ഉള്ളൊഴുക്ക് എന്നിവയും ആവറേജ് ഹിറ്റുകളായി. തിയേറ്റർ വരുമാനത്തിന് പുറമെ ടെലിവിഷൻ, സാറ്റലൈറ്റ്, OTT വരുമാനം കൂടി ലഭിക്കുന്നുണ്ട്. ഏതാനും സിനിമ കൂടി നിർമ്മാതാവിൻ്റെ കീശയിൽ ചേരാത്തേക്കാകുമെന്ന നഷ്ടചിത്രങ്ങൾ കണക്ക് 150ഓളം വരും.